കണ്ട് പഠിക്കണ ഇതുങ്ങളായിരുന്നു ഞാൻ തനിയെ ചെയ്തതാ. വെരി ടാലന്റഡ്. കൊള്ളാം. ഏത് കിട്ടി വന്നതാ? ഞാൻ പ്രൊഡ്യൂഷൻ ചെയ്യാറില്ല. ചെറുപ്പം മുതലേ കാണുമ്പോൾ ഭംഗിയായിട്ട് പോലുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രൊഡ്യൂഷൻ ആവശ്യമില്ല. ഞാൻ ഓലയില് ഓലത്തിൽ നീ എന്താ കൊല്ലണം. ഓലയിൽ ജോലി വന്നതല്ല, ഓല ടാക്സിയില്. ആ ഓല ടാക്സി ഞാനോട് നീ പണ്ടത് പോലെ ഇപ്പോൾ വളരെ തൂങ്ങിയായിരിക്കുമെന്നു ഓല കേട്ടോ. നിങ്ങൾക്ക് കാര്യം അറിയാം, നമ്മുടെ സമയത്ത് ഇവിടെ പൗഡിൽ മാത്രമേ വളരെ തൂങ്ങി വരുന്നുണ്ടായിരുന്നു. പണ്ടതുപോലെ തന്നെ അൺഎഡ്യൂക്കേറ്റഡ് ഓഫ് ഇൻഡസ്ട്രീസ്. എന്താ അൺഎഡ്യൂക്കേറ്റഡ് ഓഫ് ഇൻഡസ്ട്രീസ്? ഞാനും 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 What is up with you guys? What are you guys doing? What happened? You guys come here. You come for a school reunion. Think about this. You guys are fighting like small kids. Hi, by the way. Hey, by the way, you changed a lot. What is it? Pilates, yoga, aerobics? What is happening? എന്തിനെങ്കിലുമൊക്കെ ആവട്ടെ. ഇന്ന് നമ്മളിനി ആരും മഴക്കൂടല് പറഞ്ഞാട്ടില്ലേ, എന്ന് നമുക്ക് സന്തോഷിക്കേണ്ട ദിവസമാണ്. ആരും മഴക്കൂടരുത്. പക്ഷെ നമ്മൾ നമ്മളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടല്ലേ നമ്മുടെ ഉണ്ണീനെ. അതേടാ, 25 വർഷം അവ കാണാതെ അവനിപ്പോ ഉണ്ടായിരുന്നെങ്കിലേ നമ്മുടെ കൂടെ ഇപ്പൊ നിന്നേനെ. എവിടെ പോയോ എന്തോ പാവം. നമുക്ക് ഇത്ര സങ്കടം ഉണ്ടെങ്കിൽ അവരുടെ പേരൻസ് എത്ര സങ്കടം ഉണ്ടാവും. ബാലഭാഷ ശീലിപ്പിച്ചു ഇപ്പോൾ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടാവും. 25 വർഷങ്ങൾക്ക് ശേഷം നമുക്കിങ്ങനെ കൂടാൻ പറ്റിയത് അവര് കാരണമാണ്. ടീച്ചറെ ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് സർ. പക്ഷേ മക്കളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതെ അതെ, എത്ര കാലമാണ് നിങ്ങളെ കണ്ടിട്ട്. നിങ്ങൾ കാണുമ്പോൾ വല്ലാത്ത സന്തോഷമുണ്ടാ. ടീച്ചറെ, ഇക്കൂട്ടത്തിൽ നമ്മുടെ ഉണ്ണി കൂടെ വേണമായിരുന്നു അല്ലേ? ഉണ്ണി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സന്തോഷിച്ചല്ലേ പക്ഷേ. അതെ, ഉണ്ണി ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ലല്ലോ ടീച്ചറെ. ഉണ്ണിയെ പറ്റി പറഞ്ഞപ്പോ ടീച്ചർ എങ്ങനെയാ നീ വിഷമിക്കണം ടീച്ചർ. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞല്ലേ അവൻ ഉണ്ണിന്ന് പേരുണ്ടാകും. സാധാരണ ഈ സിനിമയിൽ നാടകത്തിലെ ഉണ്ണിന്ന് പേരുള്ളവരെ കാണാതെ പോകുന്നു. മക്കളുടെ എല്ലാവരും എടുത്തിയോണാ എല്ലാവരും വരട്ടെ. വന്നിട്ട് മതി നിങ്ങൾക്കൊരു സമ്മാനം തരത്തൊക്കെ. 25 വർഷമായിട്ട് ഞാൻ ടീച്ചറെ കൂടെ നിങ്ങൾക്കൊരു സമ്മാനം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് പാടാ ടീച്ചറെ. ടീച്ചർ അറിയില്ലേ നമ്മുടെ രഘു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ പുറത്തുപോയ രഘു. അതൊക്കെ പണ്ടല്ലേ മാഷേ, അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. അത് ശരിയാ, രാഷ്ട്രീയത്തിലാണോ വലിയ വിദ്യാഭ്യാസം. എന്താ പറയാ, കലികാലമല്ലേ. ടീച്ചർ ഓർക്കുന്നുണ്ടോ ഇവിടെ സമരത്തിന് പോകാൻ നിൽക്കുമ്പോ നമ്മുടെ ഒന്നിയും വാശി പിടിക്കുന്നത് വരുമ്പോൾ സമരത്തിന് പോകണമെന്ന്. നമ്മൾ ഇല്ലല്ലോ ഈ ഇടയ്ക്കിടയ്ക്ക് കുട്ടിന് പേരാണെന്ന പോലെ ഉണ്ണി ഉണ്ണി എന്ന് പറഞ്ഞ് കാണാൻ. എന്തെങ്കിലും ആവട്ടെ മാഷേ. നിങ്ങളല്ല എന്തിരിക്കുന്നത് പരിപാടികളൊക്കെ തുടങ്ങാൻ ഈശ്വര പ്രാർത്ഥന പങ്കെടുത്തില്ല എപ്പോഴും പോലെ. അതെ, നിങ്ങൾ വേണം ഇന്നത്തെ ഈശ്വര പ്രാർത്ഥന ചൊല്ലാൻ.
നീ പഠിക്കോ നീ പഠിക്കോ നീ പഠിക്കോ ഇല്ല നീ പഠിക്കോ നീ പഠിക്കോ നീ പഠിക്കോ കാര്യം പറഞ്ഞ ഒരു അനുസരണയില്ല. അഖിലാണ്ട മണ്ഡപം അണിയിച്ചു പിച്ചു പോരാ അഖിലാണ്ട മണ്ഡപം അണിയിച്ചൊരുക്കി ഈശ്വര പ്രവർത്തന ദൈവകാര്യം ഓണത്ത് ഭാഗ്യം ഞങ്ങളുടെ പോയിരിക്കണം. ഉണ്ണിയപ്പുണ്ടല്ലോ എല്ലാവർക്കും എടുത്ത് കൊടുത്ത് ഗോവക്കൊണ്ട വാഴകളെ ടീച്ചറെ നമ്മുടെ ക്ലാസ്സിൽ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നത് പരിപാടിയുടെ തുറക്കും നിന്റെ ഡാൻസ് എല്ലാം ആയിക്കോട്ടെ എന്തൊക്കെയാണ് നിന്റെ എന്റെ പൊന്നു മാഷൊക്കെ പണ്ട് കളിച്ചത് ഓർമ്മയില്ലപ്പോ അങ്ങനെ അങ്ങനെയൊന്നും ഡാൻസ് കളിക്കില്ല മാഷ അവൻ കളിക്കണേ കൂടെ ഒരാളും കൂടി വേണം. അതാരാ സിനി സിനി പഴയ ചുറ്റിക്കാരി നമുക്കില്ലല്ലേ സിനി കല്യാണം കഴിച്ച് സെറ്റിലായി കേട്ടോ. അവള് ഭർത്താവിന് കൂടി വരാതെ പറഞ്ഞിരിക്കുന്നത്. അയ്യോ അതൊന്നും പറയണ്ട ടീച്ചറെ. എന്റെ ഭർത്താവേ ആള് ഭയങ്കര ചൂടന മുന്നിലെ തുമ്പത്തെ ദേഷ്യം. ഇവിടെ വന്ന ആകെ പ്രശ്നവും ഗോപു പോയ കാര്യം എല്ലാം അറിയാമല്ലോ. ഗോപുവിന്റെ കാര്യമൊക്കെ എന്തിനാ നിന്റെ ഭർത്താവിനോട് പറയാൻ പോയത്? മക്കളെ ഇനിയുള്ള ഭർത്താവ് വരുമ്പോ പഴയ കാര്യം പറയരുത്. മനസ്സിലായില്ലേ? ആ കുട്ടി ഭർത്താവ് ചേട്ടാ ചേട്ടാ നീയാണല്ലേ ഗോപു? ഫ്രണ്ട് അല്ലേടി? നീയാണല്ലേ ഗോപു? നീയാണല്ലേ ഗോപു? നീയാണല്ലേ ഗോപു? എങ്ങനെ ലൈംഗികരിക്കും തട്ടത്താടി പോലെ അത് നിങ്ങൾ നമ്മുടെ എനിക്ക് മക്കളെ എന്തായാലും സിനിമ നമുക്ക് ആ ഡാൻസ് കണ്ടിട്ട് ശരിയല്ല. ഞാൻ കാണിച്ചു തരാം കളിക്കണം. മ്യൂസിക് പ്ലീസ്.
മറന്നാണ് നമ്മുടെ റഷ്യ വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങളെല്ലാവരും അവളുടെ വാക്ക് എന്തായാലും പറയാനും പോകില്ലെന്ന് എനിക്ക് വാക്ക് റഷ്യ ഇങ്ങനെ ഒറ്റ പറഞ്ഞിട്ട് ഞാൻ ഒന്നും മിണ്ടായിരുന്നു. എന്റെ സ്വഭാവം തനിക്കറിയില്ല. താൻ എന്തിനാണ് മിണ്ടായിരിക്കാൻ പറഞ്ഞു? ഇത് തന്നെ മിണ്ടായിരിക്കാൻ പറഞ്ഞു. ഇത് അതിന് നമ്മുടെ ഉണ്ണി ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ലല്ലോ. നിന്നെ കാണാതെ കവിയെ പൊന്നുമ കഴിച്ച് നെടുവായിരുന്നു അതിന്റെ അമ്മ. ദിവസത്തോളം കാത്തുവെച്ച ആ സമ്മതം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തരുന്നതായിരുന്നു. എല്ലാവരും ഞാൻ എടുത്തിരുന്നു. എന്തായിരിക്കും സമ്മാനം? മക്കളെ എന്തോ നിങ്ങൾക്ക് എല്ലാവർക്കും ആ സമ്മാനം ഞങ്ങൾ തരട്ടെ.